ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതേ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. അതായത് ലാസ്റ്റ് ഡേ ഞങ്ങൾ അൽ ബറാറി എന്ന് പറഞ്ഞൊരു ഏരിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതായത് ദുബായ് ദ ഫാം റെസ്റ്റോറൻറ്റ് അൽ ബറാറി. അവിടെ നമ്മൾ ഇന്നലെ പോയായിരുന്നു. ആ ഒരു ഏരിയേൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനും ഏട്ടനും മോളും ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് ഇവിടത്തേക്ക് വന്നത്. ഈ ഒരു ഏരിയനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ബറാറി റൂട്ടിൽ പോയവർക്ക് മനസ്സിലാവും. അതായത് ആ ഒരു റൂട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇത് കേരളമാണോ എന്ന് നമ്മൾ അതിശയപ്പെടുന്ന ഒരു തരത്തിലുള്ള, അതായത് ഫുൾ ഓഫ് കുറേ മരങ്ങളും ഒരു കാടും അങ്ങനെ പിടിച്ച ഒരു നാട്ടും പ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ് ഇവിടെ. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോൾ ഞാൻ ഈ പോയ വഴികളൊക്കെ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് നല്ലൊരു കാമായിട്ടുള്ളൊരു ഏരിയ കാണാം. അവിടെയാണ് ഈ ഒരു ദ ഫാം റെസ്റ്റോറൻറ്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര കണ്ണിന് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മളൊരു ഭയങ്കര ഒരു വൈബാണ്. എനിക്കത് പറയാൻ പറ്റില്ല, കാരണം അത്രക്കും നല്ലൊരു വൈബുള്ള ഒരു കാമായിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയമാവും. കാരണം ശരിക്കും നമ്മൾ ആനിമേഷൻ ഒക്കെ കാണില്ലേ, ഇപ്പം ഈ അരുവികളൊക്കെ ഒഴുകി വരുന്നത്, അതിൻ്റെ ഒരു റിയൽ പിക്ചർ അല്ലെങ്കിൽ ഒരു റിയൽ ആയിട്ടുള്ളൊരു സംഭവം നമ്മൾ കാണുന്ന പോലെ നമുക്ക് തോന്നും. അത്രക്കും ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവിടെ അവരെല്ലാം, ഈവൻ ഡൈനിങ് ആയാലും ഓരോ കാര്യങ്ങളും, നമുക്ക് നടക്കുന്ന സ്ഥലങ്ങൾ, അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ സംഭവങ്ങൾ, അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇപ്പോൾ ആക്ച്വലി ഇവിടെ സീറ്റിംഗ് ഏരിയ പലതരത്തിലുണ്ട്. അതായത് ഇവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്, അവിടെ വേണമെങ്കിൽ നമുക്ക് സീറ്റിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ സെലക്ട് ചെയ്യാം. പിന്നെ ഇൻഡോർ ഉണ്ട്, ഔട്ട്ഡോർ ഉണ്ട്. നമ്മൾ ഔട്ട്ഡോറാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോവാണ്. അവിടെ ഞങ്ങൾ പോയപ്പോൾ ഒരു 5:30 ആയി. അപ്പോൾ വലിയൊരു ഇരുട്ടായിട്ടില്ല, എന്നാലും ഇരുട്ട് തുടങ്ങിയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ആ ഒരു ഭംഗി ക്യാപ്ചർ ചെയ്യാൻ സത്യം പറഞ്ഞാൽ പറ്റിയില്ല. പിന്നെ നമ്മളൊരു ഫുഡൊക്കെ ഓർഡർ ചെയ്ത്, കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ ഫുഡ്, അതുകൊണ്ട് അധികമൊന്നും ഓർഡർ ചെയ്തില്ല. ജസ്റ്റ് ഇങ്ങനെ ടേസ്റ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയതല്ലേ എന്നുള്ള സ്ഥിതിക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്തു, കഴിച്ചു. പിന്നെ മെയിനായിട്ട് എനിക്ക് ഫുഡിനേക്കാളും ഈ ഒരു ഏരിയ ഇഷ്ടപ്പെട്ടതിൻ്റെ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു ഏരിയ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എൻഗേജ് ആകാൻ വേണ്ടി അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. അവിടെ കുറച്ച് ചെറിയ 2-3-4 ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കുഞ്ഞിപ്പെണ്ണിനെ കുറച്ച് നേരം കളിപ്പിച്ചു. കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുഞ്ഞിപ്പെണ്ണ്, ഞാൻ പറയാറില്ല വീഡിയോയിലെല്ലാം, നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ വേറെ ആരും ഇല്ലല്ലോ കളിക്കാൻ വേണ്ടി റൂമിൽ. അപ്പം ഇങ്ങനെ പുറത്ത് കൊണ്ടുപോയി ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ആക്റ്റീവാണ്, അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് പാവം കുഞ്ഞിനെ കാണുമ്പോൾ എപ്പോഴും മനസ്സിലാവാറുണ്ട് പുറത്ത് കൊണ്ടുപോയി ഇങ്ങനെ കളിപ്പിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ കണ്ട കുഞ്ഞിപ്പെണ്ണ് അങ്ങോട്ടേക്ക് കയറണം. ഒരു കുട്ടി അവിടെ നിന്ന് കളിച്ചുകൊണ്ടുണ്ടായി. അപ്പോൾ കുറച്ച് നേരം അവിടെ കളിപ്പിച്ചു, കാരണം ഇവർക്ക് അങ്ങനെ ജമ്പ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ കുറച്ച് നേരം പിന്നെ ആ ഒരു സ്വിങ്ങിൽ ആടി, പിന്നെ ആ ഒരു ഏരിയയിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി. ഞങ്ങളും അവളെ കൂടെ കുറച്ചൊന്ന് എൻഗേജ് ആയതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക ചെയ്ത് കേട്ടോ. ഒരു 1-2 മണിക്കൂർ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ട ഈ ജമ്പ് ചെയ്യുന്ന ഈ സംഭവത്തിൻ്റെ പേരെന്താണെന്നറിയില്ല. കുറച്ച് നേരം അവിടെ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെയാണ് ജമ്പ് ചെയ്യേണ്ടത് കാണിക്കുമ്പോൾ അവളും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടി ഇവളെ ജമ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം നല്ല ഒരു സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ഇതാണ് അവിടുത്തെ ആ ഒരു പ്ലേ ഏരിയ എന്ന് പറഞ്ഞാൽ. കുറച്ച് ചെറിയ ആക്ടിവിറ്റീസിൻ്റെ സംഭവങ്ങളേ ഉള്ളൂ, എന്നാലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ഏരിയ അവർ അവിടെ കണ്ടതിൽ നല്ലതാണ്. കാരണം പിള്ളേർ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളെ ഡൈനിങ് ഏരിയയിൽ തന്നെ ഇരിക്കണം എന്നില്ല. അപ്പോൾ ഇവരെ കുറച്ച് നേരം ഇവിടെ നിന്ന് ആക്ടിവിറ്റി ഏരിയയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്, നമ്മൾ പോയതിൻ്റെ ഉദ്ദേശവും നടക്കും. അങ്ങനെ ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇത് ഒരു പുറത്തുള്ളൊരു ഡൈനിങ് ഏരിയ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പുറത്താണ് ഡൈനിങ് ചൂസ് ചെയ്തത്.
അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. കാരണം ഫുഡിനേക്കാളും ഈ പറഞ്ഞ പോലെ പുറത്തൊക്കെ കണ്ട് നടക്കാൻ കുറേ ഏരിയ ഒന്നുമില്ല, എന്നാലും ഉള്ള ഏരിയയിൽ നല്ലതായിട്ട് അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. സ്മോക്കിംഗ് ഏരിയ ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലേ ഗ്രൗണ്ട്, അങ്ങനെ പല ഏരിയാസായിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു പ്ലേ ഏരിയേൻ്റെ ഒരു പ്ലേ ഏരിയയും ഇതിൻ്റെ ഒരു ഓവറോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് നമ്മൾ. അങ്ങനെ നമ്മൾ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേ പുറത്തേക്ക് ഇറങ്ങുവാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വ്യൂ ആണിത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ആരെങ്കിലും ഇതുവരെ പോകാത്തുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.